ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സ്നിയ എൽസിൻ ബൈജു. ഞാൻ വരുന്നത് നീലഗിരി ജില്ലയിലെ ഫാത്തിമ മാതാ ചർച്ചിൽ നിന്നാണ്. +2 കഴിഞ്ഞ് ജർമ്മൻ ഭാഷ പഠിക്കാനായിട്ട് ഞാൻ തിരുവനന്തപുരം ഗോയിത്തയിൽ പോയി. മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് വെച്ച് ഗോയിത്തേൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ ലെവലിലും നമ്മൾ അഡ്മിഷൻ എടുക്കണം. A1 അഡ്മിഷൻ എടുത്തു, കുഴപ്പമില്ലാണ്ട് എല്ലാ കാര്യങ്ങളും പോയി. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം A2-ന് അഡ്മിഷൻ എടുക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്താൽ അഡ്മിഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഓരോ വെബ്സൈറ്റ് ഓഫ് ആവാറായപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവേ, ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞോളാം, എനിക്ക് എങ്ങനെയെങ്കിലും സീറ്റ് കിട്ടണമെന്ന്. അത് പറഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സീറ്റ് കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ ആദ്യമേ തന്നെ കൃപാസനത്തിൽ വരുന്നത് എൻ്റെ ചാച്ചൻ്റെ കൂടെയാണ്. 2022 ഒക്ടോബറിൽ ഇവിടെ വന്നു. ചാച്ചയാണ് ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പഠിക്കാനായിട്ട് തിരിച്ചു പോയി. അത് കഴിഞ്ഞ് B1-ൽ എത്തിയപ്പോഴും B2.1-ൽ എത്തിയപ്പോഴും B2.2-ൽ എത്തിയപ്പോഴും ഈ സെയിം അവസ്ഥ തന്നെ, എനിക്ക് അഡ്മിഷൻ കിട്ടത്തില്ല. അപ്പോഴും ഞാൻ പറയും, അമ്മ മാതാവേ, ഞാൻ അമ്മയുടെ അടുത്ത് വന്നിട്ട് സാക്ഷ്യം പറഞ്ഞോളാം, സെയിം വേ 2 മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് അഡ്മിഷൻ കിട്ടും. അങ്ങനെ പിന്നെ ഞാൻ എക്സാം ആവാറായ സമയത്ത് 4 മൊഡ്യൂളിനും കൂടെ സീറ്റ് എടുത്ത് ഞാൻ എക്സാമിൻ്റെ 1 മാസം മുമ്പ് തൊട്ടാണ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത്. പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ അമ്മ എൻ്റെ കൃപാസന മാതാവേന്ന് ഒരു ഡയറിയിൽ എഴുതാൻ തുടങ്ങി. ഇന്ന് അത് 9000 വട്ടമായിട്ടുണ്ട്. ഞാൻ എക്സാം എഴുതിയപ്പോൾ ലിസണിങ്ങിന് കയറി, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഹിയറിങ്ങിന് കയറിയ ടൈമിൽ എൻ്റെ ചെവി അടഞ്ഞു. എനിക്ക് അവർ ഇടുന്നതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. കണ്ണൊക്കെ നിറഞ്ഞു വരുന്നു. എനിക്ക് ആകെ വിളിക്കാനുള്ളത് അമ്മ മാതാവിനെയായിരുന്നു. എന്നിട്ട് ഞാൻ ഓരോ ക്വസ്റ്റ്യനിലും എൻ്റെ അമ്മ മാതാവേ, എൻ്റെ അമ്മ മാതാവേ എന്ന് വെച്ച് മാർക്ക് ചെയ്തു. പുറത്തിറങ്ങി ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞു, അമ്മ എനിക്ക് ഹിയറിങ് കിട്ടില്ല കേട്ടോ എന്ന്. അത് കഴിഞ്ഞ് അടുത്ത് തന്നെ റൈറ്റിങ്ങിന് കയറി. റൈറ്റിങ്ങിന് എഴുതിയപ്പോൾ ഞാൻ ഭയങ്കര കോൺഫിഡൻറ്റ്, എനിക്ക് മാതാവിൻ്റെ സഹായമൊന്നും വേണ്ട, ഞാൻ സ്വന്തം തന്നെ എഴുതിക്കോളും എന്നൊക്കെ പറഞ്ഞ് അത് എഴുതി പുറത്തിറങ്ങി. പിന്നെ പിറ്റേ ദിവസമായിരുന്നു എനിക്ക് സ്പീക്കിങ്ങിന് കയറിയപ്പോൾ എനിക്ക് കുറച്ച് കോൺഫിഡൻറ്റ് കുറവായിരുന്നു. അപ്പം തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. കാശുരൂപം അമ്മ ഉടമ്പടി എടുത്ത് കാശുരൂപം പിടിച്ച് ഞാൻ സ്പീക്കിങ്ങിന് കയറി പറഞ്ഞു, പുറത്തിറങ്ങി വന്നു. റിസൾട്ട് വന്നപ്പോൾ ഞാൻ ലിസണിങ്ങിനും ഹിയറിങ്ങിനും സ്പീക്കിങ്ങിനും ജയിച്ചു. കോൺഫിഡൻറ്റോടെ ഞാൻ എഴുതിയ റൈറ്റിങ് ഞാൻ ഫെയിലായി. രണ്ടാമത് പിന്നെ സ്ലോട്ട് എടുത്തു, എഴുതി, അതിനും ഫെയിലായി. അങ്ങനെ പിന്നെ വീട്ടിൽ തന്നെ ഇരിക്കാനൊക്കെ തുടങ്ങി. എല്ലാവരും എന്നോട് ചോദിക്കാൻ തുടങ്ങി, എന്താ സ്നേഹ ഇപ്പം ചെയ്യണേ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഫ്രണ്ട്സ് പറയാൻ തുടങ്ങി, +2 കഴിഞ്ഞ് വലിയ കാര്യത്തിന് ജർമ്മൻ പഠിക്കാൻ പോയതല്ലേ, ഇപ്പം എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു. അപ്പോഴും ഒന്നും പറയാണ്ട് ഞാനിങ്ങനെ പോകുന്നു. എന്നിട്ട് പിന്നെ നവംബറിൽ B2 പ്രിപ്പറേഷൻ ക്ലാസ്സിന് വേണ്ടി ഞാനിവിടെ ആലപ്പുഴയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഞാൻ പോലും അറിയാണ്ട് എൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും അമ്മയുടെ ആങ്ങള ഒരച്ഛന് കൊടുത്തു. എന്നിട്ട് അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സ്നിയ, മാർച്ച് ഇൻടേക്കിലേക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. ഓൾറെഡി എനിക്ക് 2 ഇൻ്റർവ്യൂ കഴിഞ്ഞതായിരുന്നു. ഒരു ഇൻ്റർവ്യൂ ഡിസേബിൾഡ് ആയിട്ടുള്ള പിള്ളേരെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത് പാസ്സായിരുന്നു. പക്ഷേ അവർ 2024 സെപ്റ്റംബറിലേക്ക് തരുള്ളൂ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഇൻ്റർവ്യൂവും ഇങ്ങനെ ഹോസ്പിറ്റലിൽ വയ്യാത്ത കുട്ടികളെ നോക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അതിനും അവർ സെപ്റ്റംബർ ആയിരുന്നു പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് മാർച്ച് ഏപ്രിൽ തന്നെ വേണം എന്നിങ്ങനെ പറഞ്ഞ് വാശി പിടിക്കുന്ന ഒരാളായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ അമ്മ എനിക്ക് ഓരോ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്തും അമ്മ അവിടെ ഇരുന്നിട്ട് ഉറക്ക പ്രതീക്ഷണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ജപമാലയൊക്കെ ചൊല്ലും. എന്നിട്ട് ഞാൻ ഇങ്ങനെ അമ്മയെ നോക്കും. പക്ഷേ എനിക്ക് അറിയാം എൻ്റെ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ കിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അങ്ങനെ ഇവിടെ നവംബറിൽ ഇൻ്റർവ്യൂവിന് B2 പ്രിപ്പറേഷൻ ക്ലാസ്സിന് ജോയിൻ ചെയ്ത സമയത്ത് അച്ഛനെന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആ ശരി, ഓക്കെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ജപമാല റാലിയിൽ പങ്കെടുത്തു. അപ്പം ഞാൻ പ്രാർത്ഥിച്ച, മാതാവേ, എനിക്ക് മാർച്ച് ഏപ്രിൽ ഇൻടേക്കിൽ പോകണം. പക്ഷേ എൻ്റെ കയ്യിൽ ആകെ 3 സർട്ടിഫിക്കറ്റേ ഉള്ളൂ. എനിക്ക് എങ്ങനെയാണെന്നൊന്നും അറിയരുത്, പക്ഷേ എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഡിസംബർ 7-ാം തീയതി രാവിലെ 8 മണിയായപ്പോൾ ഞാൻ പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട് അന്ന എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടി സ്നേഹ, നമുക്ക് മാർച്ച് ഏപ്രിൽ ഇൻടേക്കിൽ എന്തായാലും പോകാൻ പറ്റും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, എടി ഇന്ന് ഡിസംബർ 7-ാം തീയതിയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമാണ്,
ഞാൻ നിനക്ക് ലിങ്ക് അയച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ആന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഞാൻ കൊടുത്ത അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറയുക, സ്നിയ ഇന്നൊരു റൈറ്റിംഗ് എക്സാം ഉണ്ട്, നാളെ അതായത് ഡിസംബർ 8-ാം തീയതി അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളിൻ്റെ അന്ന് എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ റൈറ്റിംഗ് എക്സാം എഴുതി. ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒന്നും അറിയത്തില്ല. അങ്ങനെ എന്തൊക്കെയോ എഴുതി അയച്ചു കൊടുത്തവർക്ക്. രണ്ടാമത്തെ ദിവസം അതായത് ഡിസംബർ 8-ാം തീയതി ഇൻ്റർവ്യൂ വൈകുന്നേരമായിരുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവ് ഇത് എനിക്ക് ഉള്ളതാണെങ്കിൽ നീ തന്നേക്ക്, ഇല്ലെങ്കിൽ അത് എന്തെങ്കിലും കാരണം കൊണ്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ എനിക്ക് തൈലം തേച്ച് തരികയും അമ്മയുടെ ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിൽ തരികയും ചെയ്തു. അപ്പോഴും അമ്മയും ചാച്ചയും അനിയത്തിയും ഒക്കെ ഉറക്ക പ്രദക്ഷിണ പ്രാർത്ഥനയും വിശ്വാസപ്രമാണമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്നോട് അവർ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ഞാൻ എടുത്തെടുത്ത് ആൻസർ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം ഡിസംബർ 9-ാം തീയതി എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കോൾ വന്നു, സ്നിയ റൈറ്റിംഗ് എക്സാമിലും ഇൻ്റർവ്യൂവിലും പാസ്സായിട്ടുണ്ട്. അത് 7 പേരാണ് ഞങ്ങൾ അന്ന് എഴുതിയത്, അതിലാകെ 2 പേർക്ക് കിട്ടുള്ളൂ, അതിൽ നമ്പർ 1 ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് കോൾ വന്നു. എന്നിട്ട് പിന്നെ എനിക്ക് അപ്പം തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഉടമ്പടി എടുക്കാൻ പോവുക എന്ന് പറഞ്ഞ് ഞാൻ ജനുവരി 3-ാം തീയതി ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. അങ്ങനെ എനിക്ക് വിസ ഇൻ്റർവ്യൂവിന് ജനുവരി 24-ാം തീയതി കിട്ടി. ഇൻ്റർവ്യൂവിന് പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പ് എന്നോട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പറയാണ്, സ്നിയ തമിഴ്നാട്ടിലല്ലേ, അതുകൊണ്ട് കൊച്ചിയിൽ ഇൻ്റർവ്യൂ നടക്കത്തില്ല എന്ന് പറഞ്ഞു, അത് ക്യാൻസലാക്കിയിട്ടോ എന്ന് പറഞ്ഞു. എനിക്ക് അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പുറത്തിറങ്ങി വന്ന് എനിക്ക് ഉള്ള സങ്കടവും വിഷമവും ദേഷ്യവും എല്ലാം കൂടെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് തീർത്തു. അപ്പോൾ തന്നെ അമ്മയെ വിളിച്ച് പറഞ്ഞു, അമ്മ എല്ലാം ബ്ലോക്കായി കിടക്കുക, എൻ്റെ പാസ്പോർട്ട് നമ്പറും എൻ്റെ ഇമെയിൽ ഐ ഡി വെച്ച് ആരോ വേറെ കയറിയിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ എല്ലാം തീർന്നു, ഇനി ഒന്നുമില്ല, എനിക്ക് മാർച്ചിലൊന്നും പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ഞാൻ ഫോൺ എടുത്ത് അടുത്ത് എവിടെയാണോ വേറെ എന്തെങ്കിലും കോഴ്സ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ അത് തപ്പിക്കൊണ്ടിരുന്നപ്പോൾ പിന്നെയും പറഞ്ഞു, വേണ്ട ഇതിൽ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കത്തില്ല, ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും തരുന്നില്ല, ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അന്നത്തെ വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അയ്യോ അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് ഇതാക്കി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വിശ്വസിച്ചിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഇൻറ്റൻസീവ് കോഴ്സൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ചെന്നൈയിലേക്ക് ഓൾറെഡി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന് വേണ്ടി. പക്ഷേ അവിടെ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു, കിട്ടത്തില്ല, മാർച്ചിലെ സ്ലോട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഫെബ്രുവരി 2-ാം തീയതി അമ്മയുടെ രൂപത്തിലൊരു ചേച്ചി എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, സ്നിയ ഫെബ്രുവരി 5-ാം തീയതി 11 മണിക്ക് കൊച്ചിയിൽ വിസ ഇൻ്റർവ്യൂ ഉണ്ട്, പെട്ടെന്ന് തന്നെ വരണം എന്ന് പറയുകയാണ്, വരുമ്പോൾ ലിവിങ് പ്രൂഫ് സർട്ടിഫിക്കറ്റും കൂടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മുമ്പിൽ ആകെ ഉള്ളത് ശനിയാഴ്ച ഒരു ദിവസം, ഞായറാഴ്ചയാണേ അവധി. ശനിയാഴ്ച ഞങ്ങൾ കേരളത്തിൽ താമസിച്ചതിൻ്റെ ലിവിങ് പ്രൂഫാണ് വേണ്ടത്. അപ്പോൾ 6 മാസത്തിൻ്റെ ലിവിങ് പ്രൂഫ് ഉണ്ടാക്കാൻ വേണ്ടി ചാച്ചൻ്റെ വീട് കേരളത്തിലായതുകൊണ്ട് അവിടുത്തെ പഞ്ചായത്തിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ സാറ് പറഞ്ഞു, പറ്റത്തില്ല, ഇപ്പോഴാണോ എന്ന് ചോദിക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ ചോദിച്ചു. 4 ദിവസം എന്തായാലും എടുക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി നിന്നിട്ട് ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനെ, എത്ര കാലമായിട്ട് ഞാനിങ്ങനെ ആഗ്രഹിച്ചിരിക്കുക, എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും അവർ സെക്കൻഡ് ഇയർ ഒക്കെ ആയി, ഇനിയും ഞാൻ എല്ലാവരുടെ മുമ്പിൽ നാണം കിടന്ന വരല്ലോ, നീ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെയ്ത് തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം തന്നെ പുറത്ത് ഉള്ളിൽ നിന്ന് സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 5 മണിയാകുമ്പോൾ വന്നോട്ടോ, ലിവിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും ഇവിടെ എന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് 5 മണിയായപ്പോൾ ലിവിങ് സർട്ടിഫിക്കറ്റ് കിട്ടി. ഞാൻ ഫെബ്രുവരി 5 തിങ്കളാഴ്ച 11 മണിയായപ്പോൾ വിസ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അച്ഛനെ വിളിച്ചിട്ട് ചോദിച്ചു, അച്ഛാ ഇതുവരെയായിട്ട് എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ, എനിക്ക് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറയും, അച്ഛൻ സ്ഥലത്തില്ല, അച്ഛൻ പാലായിലാണ് എന്ന് പറഞ്ഞു. തിങ്കളാഴ്ച രാവിലെ അയച്ചു തരാമെന്ന് പറഞ്ഞു. രാവിലെ അയച്ച് തന്നു അച്ഛൻ. അയച്ചു തന്നിട്ട് സ്കാൻ ചെയ്യുന്ന സമയത്ത് ഒന്നും ക്ലിയർ അല്ല. എന്നിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ എൻ്റെ അമ്മ മാതാവേന്ന് മാത്രം മനസ്സിൽ വിചാരിച്ച് എല്ലാം സ്കാൻ ചെയ്ത് കിട്ടിയ എല്ലാ പേപ്പറും വാരി കൂട്ടി വെച്ചിട്ട് ഞാൻ 11 മണിയായപ്പോൾ VFSൽ കയറി നിന്ന് ഞാൻ എല്ലാം അവിടെ കൊടുത്ത് പുറത്തിറങ്ങി വന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് വിസ കിട്ടുമ്പോൾ ഏറ്റവും ആദ്യം എൻ്റെ അമ്മ മാതാവ് കണ്ടിട്ട് ബാക്കിയുള്ളവർ കണ്ടാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ കുറച്ച് ദിവസമായിട്ടും ഒരു തരത്തിലുള്ള മെയിലും കാര്യങ്ങളൊന്നും വരുന്നില്ല. എൻ്റെ കൂടെ വന്നവരെ അമ്മയാണെങ്കിൽ എൻ്റെ പുറകെ കിടന്നിട്ട് ഒന്ന് ചോദിക്കുന്നു ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിൽ പറയും, മാതാവിനോട് പറഞ്ഞാലേ മാതാവിനെ കാണിച്ചിട്ടേ എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ
ചോദിക്കുന്നത് മറ്റുള്ളവരുടെ അടുത്തു നിന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് എനിക്ക് ഈ ഞായറാഴ്ച വിസ വന്നു. ഞാൻ ഇവിടുന്ന് പോയപ്പോൾ എൻ്റെ ഉടമ്പടി കാശുരൂപവും തൈലവും ഉപ്പും പിന്നെ മാതാവിൻ്റെ ഒരു രൂപം കൊണ്ടാണ് ഞാൻ പോയത്. ഞാൻ വിസ തുറന്ന് ഏറ്റവും ആദ്യം മാതാവിൻ്റെ രൂപത്തിൽ കാണിച്ചു. എന്നിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ചാച്ചയ്ക്ക് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ആരോടും ഇത് പറയത്തില്ല, ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ മറ്റുള്ളവർ അറിയുള്ളൂ. ഇപ്പം ഈ നിമിഷം വരെ ആർക്കും അറിയില്ല എനിക്ക് വിസ വന്ന കാര്യം. ഞാൻ അടുത്ത ആഴ്ച ജർമ്മനിക്ക് പോവുകയാണ്. എനിക്ക് മാർച്ച് 1 ക്ലാസ് തുടങ്ങും. ഇത്ര അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഇനി എൻ്റെ ജീവിതത്തിൽ എന്ത് തടസ്സങ്ങൾ വന്നാലും എനിക്ക് ചെയ്തു തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ഇൻറ്റൻസീവ് കോഴ്സ് ചെയ്യുന്ന സമയത്ത് ഓർഫനേജിൽ, അതും ഡിസേബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് തൊട്ട് മുമ്പ്, അതായത് കൃപാസനത്തെ പറ്റി അറിയുന്ന സമയം തൊട്ട് എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇങ്ങനെ മാതാവ് ഇങ്ങനെ ഓരോരോ ശക്തികളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, നമുക്ക് ഒരു ദിവസം പോകാമെന്നൊക്കെ പറയുന്നു. അപ്പോൾ അവർ പറയും, സ്നേഹം നിനക്ക് വേറെ ഒരു പണിയില്ലേ എന്ന് ചോദിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. എന്നാലും ഞാൻ എൻ്റെ വിശ്വാസം ഒരിക്കലും വിട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവർക്ക് കുറേ പേര് ഇവിടെ എനിക്ക് കൊണ്ടുവരാൻ പറ്റി. വന്ന് കുറച്ച് പേരൊക്കെ ഇനി ഉടമ്പടി എടുക്കണമെന്ന് പറയുന്നവരുണ്ട്. പിന്നെ എൻ്റെ മുമ്പിൽ ആര് കൈ നീട്ടിയാലും അവർക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമായിരുന്നു, എന്നെയും കൊണ്ട് പറ്റുന്ന രീതിക്ക്. പിന്നെ ഞാൻ കൃപാസന പത്രം കൊടുക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളായിരുന്നു. കാരണം ഞാൻ ഫസ്റ്റ് എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് അതിൻ്റെ തലേദിവസം അവിടുത്തെ ഒരു ജില്ലാ ആശുപത്രി കൊണ്ടുപോയി കൊടുത്ത സമയത്ത് എന്നോട് ഒരു ചേട്ടൻ ചോദിച്ചു, ഇതിന് എത്ര രൂപയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ, അയ്യോ ഇത് ഫ്രീയാ ചേട്ടാ, ഇത് കൃപാസന പത്രമാണ്, മാതാവിൻ്റെ പത്രമാണ്, ഇത് വെച്ചിട്ട് ഒരുപാട് അത്ഭുതങ്ങളൊക്കെ കുറേ പേർക്ക് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. കൊച്ചെ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, എനിക്കൊന്നും വേണ്ടാന്ന് ചേട്ടൻ എൻ്റെ മുഖത്തടിച്ച പോലെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ അത് കൊടുക്കാൻ ഭയങ്കര മടി. എന്നിട്ട് പിന്നെ ഞാൻ കുറേ നേരം ആലോചിച്ച് നിന്നിട്ട് പിന്നെ കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഇവിടുന്ന് ഉടമ്പടി കൊടുത്തപ്പോൾ ഞാനിങ്ങനെ ആദ്യം ഒരു മടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു, എൻ്റെ അമ്മ മാതാവിൻ്റെ പത്രമല്ലേ, കൊടുക്കുന്നതിനോട് ഒരു കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ എല്ലാം കൊടുത്തു. പിന്നെ ബൈബിള് കുറേ സമയം വായിക്കും. പണ്ടൊക്കെ ബൈബിള് വായിക്കുമ്പോൾ ഏറ്റവും ചെറിയ അധ്യായം എടുത്ത് നോക്കി വായിക്കുമായിരുന്നു. ഇപ്പോൾ ഏറ്റവും വലുത് ഏതാണോ അതെടുത്ത് വായിച്ച് കുറേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറികളാണ് അതിലുള്ളതെന്ന് മനസ്സിലായി. അപ്പോൾ കൂടുതൽ വായിക്കും. പിന്നെ ഇപ്പോൾ 2 ആഴ്ചയാണ് ഉടമ്പടി എടുത്തിട്ട് ഇവിടുന്ന് കുമ്പസാരിക്കേണ്ട കാര്യം പറഞ്ഞത്. പക്ഷേ എനിക്ക് ഒരാഴ്ച ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാൻ കുമ്പസാരിക്കും. പിന്നെ ഇത്ര അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. സ്വന്തമായി എന്തെങ്കിലും മേന്മ അവകാശപ്പെടാൻ ഞങ്ങൾ യോഗ്യരല്ല. ഞങ്ങളുടെ യോഗ്യത ദൈവത്തിൽ നിന്നാണ്. കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 4-5 തിരുവചനങ്ങളാണ്. ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ളത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഘടകം തന്നെ. ആ ഒരു ഘടകത്തിൽ ഓരോ അനുഭവ സാക്ഷ്യങ്ങളും ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ മകളുടെ സാക്ഷ്യം, ഈ മകള് ജർമ്മനിക്ക് പോകുവാനായിട്ടൊക്കെ പരിശ്രമിക്കുന്നു. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ 2 വർഷമായി തൻ്റെ കൂടെയുള്ളവരൊക്കെ പലരും പല രീതിയിലുള്ള കോഴ്സുകൾക്കൊക്കെ ചേർന്ന് കഴിഞ്ഞു. ആ ഒരു അവസ്ഥയിൽ പല ചോദ്യങ്ങളുടെയൊക്കെ മുൻപിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുന്ന അവസ്ഥ. അങ്ങനെ എങ്ങുമെങ്ങും എത്താതെ 2 വർഷം അഡ്മിഷനാണെങ്കിൽ ഓരോ മൊഡ്യൂളിനും അഡ്മിഷൻ എടുക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഈ മകൾ ജോയിൻ ചെയ്യുന്നത്. ഓരോ അഡ്മിഷൻ്റെ സമയത്തും വരുന്ന ബുദ്ധിമുട്ടുകൾ. എന്നിട്ട് ആ ഒരു അവസ്ഥയിൽ തൻ്റെ അമ്മ എടുത്ത ഉടമ്പടിയുമായിട്ടാണ് ഈ മകൾ പിന്നീട് മുമ്പോട്ട് പോകുന്നത്. ഇവിടെ വന്ന് ഇനി ഞാൻ ഉടമ്പടി എടുക്കും എന്ന് ഈ മകൾ പിന്നീട് ദൃഢനിശ്ചയത്തോടെ പറയുകയും അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നത് സ്വന്തം ജീവിതത്തിൽ അത് ബോധ്യപ്പെട്ടു വന്നപ്പോഴാണ്. അങ്ങനെ ഉടമ്പടി എടുക്കുകയും കൃപാസന പത്രം കൊടുക്കാനൊക്കെ അത്ര ഈസി അല്ല. അത് കൃപാസന പത്രം നാം കൊടുക്കുമ്പോൾ നമുക്കതിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് തന്നെ ശൂന്യനാക്കി കുരിശുമരണത്തോളം താഴ്ത്തപ്പെട്ടവനായ ഈശോ, ആ ഈശോയെയാണ് നാം അവിടെ പ്രഘോഷിക്കുന്നത്.
പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൃപാസന പത്രം കൊടുക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഓരോ അസ്വസ്ഥതകളും, അതുപോലെ മറ്റുള്ളവർ ഓരോന്ന് നമ്മോട് പറയുമ്പോഴൊക്കെ നമുക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ, അതിലൂടെ മടിയായിട്ട് വീണ്ടും ഈശോയെ പ്രഘോഷിക്കാതിരിക്കുവാനല്ല, ആദ്യമേ ഒന്ന് പതറുന്നെങ്കിലും വീണ്ടും ആ പതർച്ച അത് നീണ്ടു നിൽക്കാതെ അത് പിന്നീട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ കൂടുതൽ ഊർജ്ജസ്വലരായിട്ട് ഈശോയുടെ നാമത്തിൽ നമുക്ക് ഈ പത്രം, കൃപാസന പത്രം, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ടൊക്കെ നാം എടുക്കുന്ന ഓരോ എഫേർട്ടുണ്ട്. ആ എഫേർട്ടൊക്കെ നമ്മുടെ ഹൃദയം അറിയുന്ന ഈശോ നോക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളാണത്. ഈശോയ്ക്ക് വേണ്ടിയിട്ട് നാം എന്തുമാത്രം സമയമെടുക്കുന്നു, നാം എന്തുമാത്രം നമ്മുടെ ആരോഗ്യം സ്പെൻഡ് ചെയ്യുന്നു, എത്രമാത്രം നാം വിയർക്കുന്നു ഈശോയെ കൊടുക്കുവാൻ. ആ ഒരു മനസ്സൊക്കെയാണ് ഈശോ കണക്കിലെടുക്കുക, ഈശോ വിലയായിട്ടെടുക്കുക. പിന്നീട് തൻ്റെ തടസ്സങ്ങളൊക്കെ ഓരോന്നോരോന്നായി നീങ്ങുന്നതും, ലിവിങ് സർട്ടിഫിക്കറ്റിനൊക്കെ 4 ദിവസം എന്ന് പറയുന്നത് ഒരു ദിവസം, ആ ദിവസം തന്നെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ലഭിക്കുന്നു. തൻ്റെ വിസയുടെ പ്രോസസ്സിങ്ങിനൊക്കെ എങ്ങനെയായിരുന്നു തടസ്സങ്ങൾ ഉണ്ടായിരുന്നത്, അതൊക്കെ എങ്ങനെ മാറി തനിക്കിന്നിവിടെ വന്ന്, അതായത് പല സാക്ഷ്യങ്ങളിലും പല കുട്ടികളും പറയും, അമ്മ മാതാവിനോടാണ് ഞാൻ ആദ്യം പറയുക, ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. അതൊക്കെ ഒരു ബന്ധത്തെയാണ് കാണിക്കുന്നത്. നാം നമ്മുടെ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരി, ഒരു കൂട്ടുകാരൻ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ, ആ ആളോട് മാത്രം ആദ്യം കാര്യങ്ങൾ പറയുക. ആ ഒരു അവസ്ഥയിലേക്കൊക്കെ, ആ ഒരു മനോഭാവത്തിലേക്കൊക്കെ ബന്ധപ്പെടാനുള്ള ഒരു സ്നേഹം, അതാണ് യഥാർത്ഥത്തിലുള്ള ദൈവസ്നേഹത്തിലേക്ക് ഉടമ്പടി നമ്മെ മാറ്റുന്നു എന്ന് നമുക്ക് ചിന്തിക്കാനും പറയാനും സാധിക്കുക. ഈ കുടുംബത്തിനും ഈ മകൾക്കും ലഭിച്ച എല്ലാ നന്മകൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.